എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഉലുവ മാങ്ങയാണ്. ഈ ഉലുവ മാങ്ങ 2-3 രീതിയിൽ ഉണ്ടാക്കാം. മുഴുവൻ മാങ്ങയായിട്ട് അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കാം. മാങ്ങ പകുതി മുറിച്ചിട്ട് അങ്ങനെ 2 ഭാഗവും മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ചെറുതാക്കി മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ചെറുതാക്കി മുറിക്കുമ്പോൾ നമുക്കത് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ സൗകര്യമാണ്. പിന്നെ 1 മാസം കൊണ്ട് തന്നെ അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: മാങ്ങ അത് മൂത്തോട്ടെ, നല്ലപോലെ മൂത്തോട്ടെ, ഒന്ന് ചെനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ മാങ്ങ ഞാനിപ്പോൾ അത് 1-1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചുണ്ടാക്കിയിട്ടേ കാണിക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഈ 1.5 കിലോ മാങ്ങയ്ക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 2-3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ, അത് ചൂടാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 100-125 ഗ്രാം ഉപ്പ് പൊടിച്ചത്. പിന്നെ മുളക് പൊടി, അത് ഒരു 2-3 ടേബിൾ സ്പൂണ് വേണം. അത് കാശ്മീരിയും മറ്റേ മുളക് പൊടിയും എരിയുള്ള മുളക് പൊടിയും കൂട്ടി എടുത്തിറക്കുകയാണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് പാകത്തിൽ ഇടാം. 2 ടേബിൾ സ്പൂണെങ്കിലും വേണം. അപ്പം നമുക്ക് ഈ ഉലുവെന്ന് വറുത്ത് പൊടിച്ച് എടുത്ത് വരണം. അപ്പോൾ ഈ മാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് വെള്ളമില്ലാണ്ട് എടുക്കണം. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏതച്ചാർ, കടുമാങ്ങയിലും ഉലുവ മാങ്ങയിലും ചെത്തുമാങ്ങയിലും എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. എല്ലാ പാത്രവും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ഞെട്ടി ഇങ്ങനെ കുറച്ച് വേണം അതിൽ. എന്നിട്ട് നമ്മൾ അതിനെ മുറിക്കണം. ഇതിപ്പോൾ നല്ലപോലെ ചെനഞ്ഞ മാങ്ങയാണ്, അത് കുഴപ്പമില്ല. ഇങ്ങനെ മുറിച്ചിട്ട് 2 ഭാഗം മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാനത് എടുക്കാനുള്ള എളുപ്പത്തിനും പിന്നെ വേഗം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ചെറുതാക്കി ഒന്നും കൂടി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ മുറിച്ചെടുക്കണം. എല്ലാം നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വാങ്ങി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. ഒട്ടും വെള്ളം പാടില്ല. നല്ല വെള്ളമൊക്കെ തുടച്ച് വെയിലത്തിട്ട് ഉണക്കണം. എന്നാലേ അത് നല്ല ഡ്രൈ ആയിട്ട് വെള്ളമില്ല, ജലാംശം ഒട്ടും പാടില്ല. നമ്മളിങ്ങനത്തെ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ജലാംശം തീരെ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എനിക്ക് മുളക് പൊടി, ഞാനിപ്പോൾ 100 ഗ്രാം മുളക് പൊടിയാണ് എടുത്തത്. 1 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം മുളക് പൊടി എടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, അതും ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 1 കിലോന് 100 ഗ്രാം ഇട്ടാൽ കറക്റ്റായിരിക്കും. ഉലുവപ്പൊടി 2 ടേബിൾ സ്പൂണ്. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ചിലർ കായം പൊടി വേണമെങ്കിൽ ഇടും, 1 സ്പൂൺ കുരുമുളക് പൊടി ഇടും. ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ അപ്പോൾ ഇതൊന്നും ചേർക്കില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ കലർത്തി മിക്സാക്കണം. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അച്ചാറുകളിലെ രാജാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അതാണ്, നല്ല അച്ചാറാണത്. പഴമയുടെ ഒരു പഴയ കാലത്തുള്ള അച്ചാറാണത്. അന്നൊക്കെ മാങ്ങ ഒന്നിച്ചങ്ങോട്ട് ഇടുള്ളൂ. ചീന ഭരണിയിൽ വലിയ ഭരണി ഉണ്ടാവും, അതിലാണ്ട് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് തുറക്കും. പക്ഷേ മുളഞ്ഞൊക്കെ ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുക. ഉണ്ടോ? ഇതേപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മളെ മാങ്ങ, മുറുക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക.
ഞാനിപ്പോൾ എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചെണ്ണ. ഇതിൽ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ പാത്രം എടുക്കാം. ഇളക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കും. ഞാൻ അതിലേക്കിത് ഇടാം. ഒരേപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ 4 സാധനമേ വേണ്ടൂ: നല്ലെണ്ണയും, ഉപ്പും, ഉലുവപ്പൊടി, ഇത്രയേ വേണ്ടൂ ഇതിലേക്ക്. ഉപ്പ്, മുളക് പൊടി, നല്ലെണ്ണ, ഉലുവപ്പൊടി, 4 ചേരുവയിലുണ്ടെങ്കിൽ ഉലുവ മാങ്ങയും ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അധികം എടുക്കുകയാണെങ്കിൽ ഈ ചേരുവകളൊക്കെ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. കണ്ടോ, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കണം. ഇതേപോലെ യോജിപ്പിച്ച് എടുക്കണം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിക്കുകയാണ്. ഈ നല്ലെണ്ണ ഞാൻ ചൂടാക്കി ആറിച്ചതാണ്. അതും കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ച് നല്ലെണ്ണ ബാക്കി വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഇളക്കി ഇതുപോലെ യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇത് ഒരു കുപ്പി ജാറിലോ ഭരണിയിലോ, ഭരണിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗ്ലാസ് ജാറുണ്ടാവില്ലേ, അതിൽ വെച്ചാൽ മതി. ഒരിക്കലും നമ്മൾ അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ അച്ചാറ് ആക്കി വയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മഴ കാരണം പുറത്ത് നല്ല മഴയാണ്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ അറിയില്ല, ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഈ മാങ്ങ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഡ്രൈ ആയൊരു ജാറ്, ഞാൻ ഇപ്പോൾ ജാറാണ് എടുക്കണം. ഭരണിയിലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സൗകര്യം ജാറാണ്. ഇനി അതിലേക്കിത് ഇടുക. മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഭരണിയിലാണ് ഏറ്റവും നല്ലത്. ഇതിന് കുഴപ്പമൊന്നുമില്ല, കേടുവരില്ല. ഗ്ലാസ് ജാറല്ലേ. എപ്പോഴും മുഴുവൻ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം ഉലുവ കൊണ്ട് ചിലപ്പോൾ ഒന്ന് പതഞ്ഞ് വരും. അതുപോലെ ഉലുവ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികമായ അതിന് ടേസ്റ്റ് ഇല്ല. ചിലതിൽ വിനാഗിരി ഒഴിക്കും, കുരുമുളക്, മഞ്ഞളൊക്കെ ഇടും. ഞാൻ അപ്പോൾ അതൊന്നും ഇടുന്നില്ല. അതൊന്നും ഇടാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ വക്കമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അധികം കൈ ഉപയോഗിക്കാഞ്ഞാൽ അത്രയും നന്ന്. ഒരില എടുത്തിട്ട് അതിൻ്റെ വക്കമൊക്കെ തുടച്ചെടുക്കും. ഇതേപോലെ തുടച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മാങ്ങയൊക്കെ ഒന്ന് ഒരേപോലെ ആക്കി കൊടുക്കുക. ഇതേപോലെ ഒരേപോലെ നികത്തി കൊടുക്കുക. വീഡിയോയിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കാണുന്നുണ്ടോ അറിയില്ല. കണ്ടോ, ഇങ്ങനെ ആക്കണം. ഉള്ളിൽ കാണാൻ പ്രയാസമാവും. ഇനി നമ്മൾ ഇതേപോലെ ഒരു ഇല എടുക്കുക. ഇല ഒന്ന് വാട്ടിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഇതേപോലെ ഉൾഭാഗത്ത് തടവി കൊടുക്കുക. നല്ലെണ്ണ തന്നെ വേണം കേട്ടോ. എന്നിട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടാവും. ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണ,
4 വശത്ത് കൂടി ആവാൻ പാകത്തിൽ ഒഴിച്ച് കൊടുക്കുക. അതെന്തിനാ അറിയോ? പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇറങ്ങിക്കോട്ടെ. ഉണ്ടോ? എന്നിട്ട് ഒന്നിങ്ങനെ ചെരിച്ച് കൊടുത്താൽ മതി. ഉണ്ടോ? ഇങ്ങനെ ഉള്ളിലെല്ലാം ഇങ്ങനെ വരും. ഇനി നല്ലപോലെ എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കി ഇതുപോലെ അടയ്ക്കുക. എന്നിട്ട് അതിനെ സീൽ ചെയ്യുക. ഉണ്ടോ? ടേപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചിട്ട് 4 പുറം സീൽ ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ടൈറ്റായിട്ട് അടയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 വശം ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നുഴമ്പോ അങ്ങനത്തെ പ്രാണികളോ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. ഇനി വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ടിട്ട് കെട്ടി വയ്ക്കാം. അപ്പോൾ അത് ഭദ്രമായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ടത് 1 മാസം കഴിഞ്ഞെടുത്താൽ നല്ല സ്വാദായിരിക്കും. ഉണ്ടോ? നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണത്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാനും എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഉലുവ മാങ്ങ കറി റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഉലുവ മാങ്ങ അച്ചാർ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇതിപ്പോൾ മുഴുവൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് മുളകാവും. ഇതാകുമ്പോൾ കുറച്ച് സ്പൂൺ കൊണ്ടാണ് എടുത്തിട്ട് ഉപയോഗിക്കുക വേണ്ടു. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ മാങ്ങേണ്ടാണ്. അതങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളത്തിലാണ് ചേരുവകൾ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കാം. മുഴുവൻ മാങ്ങയായിട്ടും അണ്ടിയോട് കൂടെ ഇട്ടിട്ടും മുറിച്ചിട്ടിട്ടും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് നമ്മുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം. എന്തായാലും നല്ലൊരു അച്ചാറാണത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ഉണ്ടാക്കാം. കടുമാങ്ങ അച്ചാറിട്ടു, എല്ലാ അച്ചാറുകളും ചെത്തുമാങ്ങ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ കുട്ടികളൊക്കെ വരുമ്പോൾ കൊടുത്തയക്കാനും ഒക്കെ നമ്മൾ ഇട്ട് വെച്ചാൽ വീട്ടിലിരിക്കുന്നവരത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഉപകാരമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.